പ്രിയപ്പെട്ടവരെ, ഡിസംബർ മാസം 3 വൃശ്ചികം 18 ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 10 മണി. 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത വാഹനാപകടത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് ആലപ്പുഴ. പോസ്റ്റ്മോർട്ടം വണ്ടാനം മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. ഉച്ചയ്ക്കാണ് പൊതുദർശനം. കനത്ത മഴയിൽ കാഴ്ചാപരിധി കുറഞ്ഞതും വാഹനത്തിന്റെ കാലപ്പഴക്കവുമാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കാർ ബസ്സിൽ വന്നിടിച്ചതെന്ന് KSRTC ഡ്രൈവറും കണ്ടക്ടറും പറഞ്ഞു. കാറിലുണ്ടായ 4 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. അപകടം നടന്ന കളർകോട് MVD ഉദ്യോഗസ്ഥരെത്തി കാർ ഇപ്പോൾ പരിശോധിക്കുന്നു. ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ സംസ്കാരം എറണാകുളം മാർക്കറ്റ് പള്ളിയിൽ നടക്കും. കോട്ടയം സ്വദേശികളായ ദേവാനന്ദ്, ആയുഷ് എന്നിവരുടെ സംസ്കാരം നാളെയാണ്. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് കുടുംബവും സുഹൃത്തുക്കളും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം കോളേജിൽ ഉൾപ്പെടെ ഒരു പൊതുദർശനത്തിന് വെച്ചിട്ട് 5 ഇടങ്ങളിലേക്കും കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിന്റെ ആംബുലൻസ് അടക്കമുള്ള മറ്റ് ക്രമീകരണങ്ങളെല്ലാം ഏർപ്പാടായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചതിന് ശേഷമാവും കോളേജിൽ പൊതുദർശനം അടക്കമുള്ള മറ്റു കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ഇവിടെ തന്നെയുള്ള നമ്മുടെ IC യൂണിറ്റുകളിലായി 5 വിദ്യാർത്ഥികൾ കൂടി അഡ്മിറ്റാണ്. അവർക്കെല്ലാം അവരെല്ലാം ഇവിടെ എത്തിച്ച സമയം മുതൽ തന്നെ മെഡിക്കൽ കോളേജിലെ ഉന്നതരായ ഡോക്ടർമാർ, ഓരോ വിഭാഗത്തിന്റെയും പ്രമുഖരായ ഡോക്ടർമാർ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് അവർക്കെല്ലാം മെച്ചപ്പെട്ട ചികിത്സയും, ചിലർക്കെല്ലാം സർജറി ആവശ്യമായി ഉണ്ടായിരുന്നു. അടിയന്തരമായി തന്നെ ശസ്ത്രക്രിയയ്ക്ക് അവരെല്ലാം വിധേയമാക്കി മറ്റ് പരിചരണങ്ങളിലാണ് ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ശ്രദ്ധ അവരുടെ എല്ലാവരുടെയും കാര്യത്തിൽ പുലർത്തുന്നുണ്ട്. ഞാൻ അവരെല്ലാം നേരിൽ കയറി കാണുകയുണ്ടായി. നമുക്കിപ്പം ശരത് SS വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നും, അപകടം നടന്ന സ്ഥലത്ത് നിന്നും അല്ലമീൻ, ശ്രീദീപിന്റെ പാലക്കാട്ടെ വീട്ടിൽ നിന്നും ഇക്ബാൽ അറയ്ക്കൽ, കോട്ടയത്തെ ദേവാനന്ദന്റെ വീട്ടിൽ നിന്നും MM രാഗേഷും തത്സമയം ചേരും. ആദ്യം അല്ലമീനിലേക്ക് പോകുന്നു. അല്ലമീൻ ഇപ്പോൾ അപകടം നടന്ന സ്ഥലത്ത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ പരിശോധന നടത്തുന്ന സ്ഥലത്ത് നിന്നുമാണ് തത്സമയം ചേരുന്നത്. അല്ലമീൻ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. MVD പറയുന്നത് എന്താണ് എന്ന് കൂടി നമുക്കൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാവുന്നതാണെന്ന് തോന്നുന്നു. അരുൺകുമാർ, ആലപ്പുഴ RTO ദിലു എക്കയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ വാഹനങ്ങളെയും അപകടത്തിൽ നടന്ന കാറും ബസ്സുമൊക്കെ പരിശോധിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനക്ഷമതയും അതിൻ്റെ ബ്രേക്കിംഗ് സംവിധാനമൊക്കെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തിയോ എന്നുള്ളവരുടെ പ്രതികരണത്തിലേക്ക് തന്നെ ചോദിച്ചേക്കാം. സാറേ, ഈ പരിശോധന പ്രാഥമികമായി എന്താണ് സാറേ ഒരു വിലയിരുത്തൽ? പ്രാഥമികമായി ഇന്നലെ ഞങ്ങൾ പരിശോധിച്ചിരുന്നു. പിന്നെ ഈ മഴ പെയ്തതുകൊണ്ട് റോഡ് മാർക്കിങ്സ് കിട്ടാൻ വലിയ പാട്. എത്രത്തോളം ഇദ്ദേഹം ബ്രേക്കിൻ്റെ ആപ്ലിക്കേഷൻ നടത്തിയെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു തർക്ക വിഷയം. ബ്രേക്ക് ചവിട്ടാനുള്ള സാഹചര്യവും സമയവും ഈ KSRTCക്ക് കിട്ടിയിട്ടില്ലെന്ന് തന്നെ ബോധ്യപ്പെടുന്നത്. പിന്നെ ആൻറ്റി ബ്രേക്ക് ലോക്കിംഗ് സംവിധാനമുള്ള വണ്ടി അല്ല അത്. അതുകൊണ്ട് തന്നെ വീല് ലോക്കായിട്ടുണ്ട്. വീല് ലോക്കായി കഴിഞ്ഞാൽ പിന്നെ അത് ഡ്രാഗ് ചെയ്യും വണ്ടി. ഇത് ഡ്രാഗ് ചെയ്താണ് ഇടിച്ചിരിക്കുന്നത്. ഫസ്റ്റിൽ ഇടിച്ചിരിക്കുന്ന ഹിറ്റ് പോയിൻ്റ് ആ വണ്ടിയുടെ കോ ഡ്രൈവറിൻ്റെ മുകളിലായിട്ട് വരുന്ന ആർച്ച് ഭാഗത്താണ് വണ്ടി ഇടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ടോപ്പ് ഫുട്ട് അകത്തേക്ക് ഇരുത്തിയിരിക്കുന്നത്. ഏറ്റവും ഡാമേജ് കിട്ടിയിട്ടുള്ള കോ ഡ്രൈവർക്കായിരിക്കും. ഇവരുമായിട്ട് സംസാരിച്ചപ്പം അവിടെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഡ്രൈവർ പറയുന്നത് ഒരാളെ ഉണ്ടായിരുന്നുള്ള. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഈ ഇമ്പാക്റ്റിൽ ഫ്രണ്ടിലേക്ക് വന്നു കാണും. തലയുമായിട്ടൊക്കെ കൂട്ടിയിടിക്കുക, അതിൻ്റെയൊക്കെ സാഹചര്യങ്ങളുണ്ട്. ഡ്രൈവർ സേഫായത് ഇതിങ്ങനെ വണ്ടി ടെസ്റ്റ് ആയതുകൊണ്ടാണ്. ടെസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ഡയറക്റ്റ് കൊളീഷനായനെ. കുറച്ചുകൂടെ ഒരടിയും കൂടെ അല്ലെങ്കിൽ 1 മീറ്റർ കൂടെ കിട്ടിയിരുന്നെങ്കിൽ വണ്ടി തെന്നിപ്പോയാൽ നമുക്കിതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റിയേനെ. ഇമ്പാക്റ്റ് ഒന്നും നഷ്ടപ്പെട്ടില്ല. അതായത് എല്ലാം വണ്ടി തന്നെ കിട്ടി. എല്ലാം കിട്ടിയത് ആ വണ്ടിയിലുമാണ്. ഇത് അപ്പർ ബോഡി ഉള്ളൊരു വണ്ടി ആയതുകൊണ്ട് ഈ കിട്ടിയത് ഒന്നും ഒഴിവായില്ല. ഇപ്പോൾ വണ്ടി തെറിച്ചു പോയായിരുന്നെങ്കിൽ കുറച്ച് ഇമ്പാക്റ്റ് കുറഞ്ഞേനെ. അതിനൊന്നും സാഹചര്യം ഉണ്ടായില്ല. മഴ ഒരു പ്രധാന ഘടകമായി. സ്കിഡിങ്ങിൻ്റെ പ്രധാന ചാൻസ് വന്നത് മഴയാണ്. പിന്നെ ആൻറ്റി ലോക്കിംഗ് സംവിധാനമുള്ള വണ്ടിയല്ല. ഇതിൽ ലോക്കായാലും ഈ പ്രശ്നമുണ്ട്. ഇതിൽ ലോക്കാതിരിക്കാനാണ് വിട്ട് പിടിക്കുന്നത്. ഈ കേസിൽ ആ സാഹചര്യം ഉണ്ടായിരുന്നില്ല. പ്രതികൂല കാലാവസ്ഥ ഈ വണ്ടി പരിചയക്കുറവ് ഉണ്ടാവും. 10-20 വയസ്സുള്ള പയ്യെന്ന് പറയുമ്പം 2 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ലൈസൻസ് ഇതുവരെ നമ്മളെ കാണിച്ചിട്ടില്ല. അത് ചോദിച്ചിട്ടുണ്ട്. 18 വയസ്സേ ഉള്ളൂ അല്ലേ? അതായത് 1-ാം വർഷം MBBS വരിക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 20 വയസ്സ് നമുക്ക് പരമാവധി കൂട്ടാം. ഇതിൻ്റെ ലൈസൻസ് ഇതുവരെ ഞങ്ങൾക്ക് വിധേയമാക്കിയിട്ടില്ല. അത് നോക്കിയിട്ട് അതിനെക്കുറിച്ച് പറയാം. അത് ഡോക്യുമെൻറ്റേഷൻ സൈഡ് ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ അത് വണ്ടി ആരുടെയാണ്, അത് എന്തിന് ഇവരെടുത്തു, ഇത് ഏത് ബേസിലാണ് ഇതിൽ ഉപയോഗിച്ചത്, എന്താണ് ഇവരുമായിട്ടുള്ളൊരു നെക്സസ്, അത് മറ്റൊരു തരത്തിൽ അന്വേഷിക്കേണ്ട വിഷയമാണ്. ഫിറ്റ്നസ് 15 വർഷത്തേക്കുള്ള സ്വകാര്യ വണ്ടിയല്ല.
ഇൻഷുറൻസ് ഉണ്ട്, ഇൻഷുറൻസ് വാലിഡ്. 2ാം മാസം വരെ ഇൻഷുറൻസ് വാലിഡാണ്. തേർഡ് പാർട്ടി ആയിരിക്കും ഇൻഷുറൻസ് ഉണ്ടാവുന്നത്. കാറിൻ്റെ ബ്രേക്ക് പെഡലിൽ തുരുമ്പൊക്കെ എടുത്തിരിക്കുന്നുണ്ട്, അതൊരു കാരണമായിരിക്കും, പ്രശ്നമായിരിക്കും. 14 വർഷം പഴക്കമുള്ള വണ്ടിയല്ലേ, അങ്ങനെയൊക്കെ തന്നെ ഇരിക്കത്തുള്ളൂ. 14 വർഷം പഴക്കമുള്ള വണ്ടി. വണ്ടിയുടെ ഓവർലോഡിങ്, വണ്ടിയുടെ പഴക്കം, ഇവിടുത്തെ കാലാവസ്ഥ, റോഡിലെ ജലപാളികളുടെ അംശം, ഇവയെല്ലാം ഈ ആക്സിഡൻറ്റിലേക്ക് നയിച്ചു. ഓവർലോഡ് ആയിരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, 5 പേര് പുറകിലത്തെ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് പറയുമ്പം വണ്ടിയിലൊക്കെ ആയിരിക്കും ഇരുന്നത്. അതൊക്കെ ഇതിൻ്റെ തീവ്രത കൂട്ടി, ആക്സിഡൻറ്റിൻ്റെ തീവ്രത, കാഷ്വാലിറ്റി കൂട്ടിയത് അതൊക്കെയാണ്. ഈ ഓവർലോഡ് പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ട്. മാസ് കൂടിയില്ലേ വണ്ടിയുടെ, അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റിൽ എഫക്റ്റും കൂടി. ഒട്ടും ചോർന്നു പോയില്ല. ഇതിൻ്റെ കൊളീഷൻ്റെ എഫക്റ്റ് എല്ലാം ആ വണ്ടി തന്നെ കിട്ടി. തെന്നിപ്പോയിരുന്നെങ്കിൽ, തെറിച്ച് പോയിരുന്നെങ്കിൽ, ഒഴുകി മാറിയിരുന്നെങ്കിലൊക്കെ ഇതിനെ കുറയ്ക്കാനായേനെ, പരിക്കുകളോട് രക്ഷപ്പെടാൻ കഴിഞ്ഞേനെ. സ്കിഡ് ചെയ്തതിന് കാരണമായിട്ട്, അതായത് ഈ വണ്ടി തെന്നാൻ ബ്രേക്കിൻ്റെ പ്രശ്നം അങ്ങനെ എന്തെങ്കിലും? അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് ആൻറ്റി ലോക്ക് ബ്രേക്ക് സംവിധാനം ഇല്ല ഈ വണ്ടിക്കില്ല. നമ്മുടെ പുതിയ വാഹനങ്ങളിലെല്ലാം ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം പെട്ടെന്ന് വണ്ടി പിടിച്ചു നിൽക്കരുത്, വിട്ട് പിടിക്കണം. ഈ കേസിൽ അത് വർക്ക് ചെയ്തുകൊണ്ട് വീല് ലോക്കായാൽ പിന്നെന്താ, ഈ വെലോസിറ്റി കാരണം ഇത് ഡ്രാഗ് ചെയ്യും. ഈ ഡ്രാഗ് ചെയ്ത് ഏതാണ്ട് ഒരു സൈഡ് കൊണ്ടാണ് ഇടിച്ചിരിക്കുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിലെ പില്ലറിലാണ് ഇടിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലെ പില്ലറിൽ ഇടിച്ചത് കൊണ്ടാണ്, പില്ലർ അല്ലെങ്കിൽ തൊട്ട് മുന്നിൽ ഇടിച്ചത് കൊണ്ടാണ് ഇമ്പാക്റ്റ് പുറത്തോട്ടില്ല. മറിച്ച് കൊളീഷൻ ആയിരുന്നെങ്കിൽ ഈ വീല് കൊണ്ട് തന്നെ പുറകോട്ട് ഓടിപ്പോയാൻ വണ്ടി. ഇത് അതിനും സാഹചര്യം കിട്ടിയില്ല. ബസ്സിൽ ബ്രേക്ക് പിടിച്ചതായി കാണുന്നില്ല എന്ന് പറഞ്ഞല്ലോ സാർ, അപ്പോൾ അതിനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അതിനുള്ള ഒരു ഗ്യാപ്പ് അദ്ദേഹത്തിന് കിട്ടിയില്ല. പിന്നെ ഈ വണ്ടി ഓവർടേക്ക് ചെയ്യുന്ന ആ ദൃശ്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പരിശോധിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ കേട്ടതിൽ ഒരു ഒബ്ജക്റ്റ് കണ്ട് ഞാൻ മാറിയെന്നാണ് പറയുന്നത്. ഡ്രൈവർ പറഞ്ഞതല്ലേ? അതിൻ്റെ ഈ ഡ്രൈവർ മീൻസ് ഈ സ്റ്റുഡൻറ്റ് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് കണ്ട്, പക്ഷേ അവിടെ ഒരു ഒബ്ജക്റ്റ് ഇല്ല. ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കണം. ഞങ്ങൾ ഓഫീസിൽ ഇരുന്നിട്ട് അതിൻ്റെ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ പോകുന്നു. ഒബ്ജക്റ്റ് കണ്ട് വെട്ടി തിരിച്ചു എന്നാണ് പറയുന്നത്. അവിടെ എന്തോ ഒരാളുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നിട്ട് വലത്തോട്ട് തിരിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് ഇത് ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞു. അപ്പം പുള്ളി ആ സമയത്ത് ഡിഫെൻസീവ് എന്ന നിലയിൽ വലത്തേക്ക് വെട്ടിത്തിരിച്ചു. CCTV സാർ ഒരു മരക്കൊമ്പ് വീണതുകൊണ്ട് അങ്ങനെയാണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ സ്ഥലത്ത് വന്ന് പെട്ടെന്ന് വന്നവരാരും എന്നത് പറഞ്ഞിട്ടില്ല. വേറെ വണ്ടി ഈ CCTV ദൃശ്യങ്ങളിൽ ഈ കാറിൻ്റെ പിറകെ മറ്റൊരു കാർ വരുന്നുണ്ട്, അതിനെ ഓവർടേക്ക് ചെയ്ത് തമ്മിൽ ഗ്യാപ്പുണ്ട്. അതിനെ ഓവർടേക്ക് ചെയ്ത് വരാനാണെങ്കിൽ എപ്പോഴേ ലെഫ്റ്റ് കീപ്പ് ചെയ്യാൻ സമയമായി. ആ പുറകിൽ വരുന്ന വെള്ളക്കാരനെ ആണെങ്കിൽ അതിനെ ഓവർടേക്ക് ചെയ്തിട്ട് നമുക്ക് ഇടത്തേക്ക് തന്നെ ചേരാൻ സമയം കഴിഞ്ഞു. ഈ ഡ്രൈവർ പറയുന്നത് അവിടുന്ന് KSRTC ഡ്രൈവർ പറയുന്നത് അവിടുന്ന് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വരുന്നതായിട്ടാണ് പുള്ളിക്ക് തോന്നിയെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തന്നെ ആ ഓവർടേക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു മിനിമം ടൈം കഴിയുമ്പോൾ നമ്മൾ പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് വരുമല്ലോ. അത് വന്നിട്ടുമില്ല. ഇല്ല. റെന്റ് കാർ നടത്തുന്നവരെ പലപ്പോഴും ഈ സൗകര്യങ്ങളൊന്നും നോക്കാറ്, അതെന്തെങ്കിലും നിയന്ത്രിക്കാൻ എന്തെങ്കിലും സംവിധാനങ്ങൾ എന്തെങ്കിലും? റെന്റ് ക്യാബ് എന്ന് പറഞ്ഞ ഫെസിലിറ്റിയാണ് നമുക്ക് സ്റ്റേറ്റിലുള്ളത്. റെന്റ് ക്യാബ് ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടുന്ന് വാഹനം എടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാൻ നിയമമുണ്ട്. പക്ഷേ ഇതങ്ങനല്ല. ഇത് അൺഓതറൈസ്ഡ് ആയിട്ട് ഒരാൾ സ്വകാര്യ വണ്ടി വാങ്ങിച്ചിട്ട് ഇഷ്ടം പോലെ ചെയ്തിരിക്കുവാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഡ്രൈവ്സ് നടത്തുന്നുണ്ട്. അത് നിർത്തണം. അത് അദ്ദേഹത്തിന് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വിളിച്ചിരുന്നു, കിട്ടിയില്ല. പോലീസ് പ്രൈമറി ഏജൻസി എന്ന നിലയിൽ പോലീസ് തന്നെ എടുക്കും. അതീവ സ്പീഡിനുള്ള സ്കോപ്പ് കാണുന്നില്ല വീഡിയോയിൽ. നമ്മളങ്ങനെ കാണുന്നെങ്കിലും നമുക്കറിയാം ആ ജംഗ്ഷൻ, അതിന് മുമ്പ് ST കോളേജ്, അതിൻ്റെ ഫ്രണ്ടിൽ 2 കുഴിയും കുണ്ടും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ലൈറ്റ് സിഗ്നലുണ്ട്. ലൈറ്റ് സിഗ്നൽ ഇന്നലെ വർക്ക് ചെയ്തില്ലെന്ന് തോന്നുന്നു. എന്നാലും അവിടെ ഒരു പ്രിക്കോഷൻ എടുക്കാൻ നോർമലി ഒരാൾ വരത്തില്ല. പിന്നെ കുട്ടികളൊക്കെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളല്ലേ, അവർ ആ പ്രിക്കോഷൻ എടുത്തിട്ടായിരിക്കും അവിടുന്ന് വന്നത്. അപ്പോൾ അവിടുന്ന് ഇവിടെ എടുക്കുന്ന ഒരു സമയം പെട്ടെന്നൊരു ഹൈ സ്പീഡിലേക്ക് കയറാൻ പാകത്തിനുള്ള വണ്ടിയല്ലത്. അത്രയ്ക്കൊരു കപ്പാസിറ്റി ഉള്ള വണ്ടിയല്ല. ഒരു പ്രായമായ വണ്ടിയല്ലേ, 14 വർഷം പ്രായമായ വണ്ടിയല്ലേ. റോഡിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ അപകടത്തിന് കാരണമായിട്ടുണ്ട്, പ്രത്യേകിച്ച് ദേശീയപാത? ഇവിടെ വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, വെളിച്ചത്തിൻ്റെ ഒരു കുറവ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കൂറ്റം മരം ഇവിടെ നിൽക്കുന്നതുകൊണ്ട് മഴ പെയ്താലും കുറേ നേരം മരം പെയ്തുകൊണ്ടിരിക്കും. അതുമൊക്കെ തെന്നലുണ്ടാക്കും. അതൊക്കെ റോഡിൽ ജലപാളികൾ ക്രിയേറ്റ് ചെയ്യും. ഹൈഡ്രോപ്ലെയിനിങ് എന്ന് പറയും. അതുമൊക്കെ ഇതിന് കാരണമായി. ഹൈഡ്രോപ്ലെയിനിങ് എന്ന് പറഞ്ഞാൽ വീലിനും റോഡിനും ഇടയിൽ ഒരു പാളി രൂപപ്പെടുകയും അത് ബ്രേക്കിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഇഫക്റ്റിനെ ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ സ്കിഡിങ് ഉണ്ടാകുന്നത്. അതും ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നു. ഇതെല്ലാം ഈ 3-4 ഫാക്ടേഴ്സ് ഒരുമിച്ച് വന്നപ്പോഴായി സംഭവിച്ചത്. ഇമ്പാക്റ്റ് പങ്കുവെച്ച് പോകാനൊരു ഇടവില്ലാതായിപ്പോയി. അതെല്ലാം ഈ കുട്ടികൾ തലയിൽ പേറേണ്ടി വന്നു.
അരുൺകുമാർ, അങ്ങനെയാണ് പലതരത്തിലുള്ള കാരണങ്ങളാണ് പ്രാഥമിക പരിശോധനയിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥ, വണ്ടിയുടെ പഴക്കം, അതോടൊപ്പം തന്നെ ഈ ബ്രേക്കിംഗ് സംവിധാനം, ആന്റി ബ്രേക്കിംഗ് സംവിധാനം ഇല്ലാത്ത കാറാണ് പഴക്കം ചെന്നതുകൊണ്ട് തന്നെ. ഇത് മാത്രമല്ല, ഈ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ ആന്റി ബ്രേക്കിംഗ് സംവിധാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ ലോക്കായി ടയർ ലോക്കാവാറുള്ള സാധ്യത. അങ്ങനെ പല കാരണങ്ങളാണ്, സാധ്യതകളാണ് അവർ കാണുന്നത്. അമിത വേഗത ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും വിലയിരുത്തപ്പെടുന്നത്. അതിനുള്ള സാഹചര്യമില്ല എന്നുള്ളതാണ് ആലപ്പുഴ RTOയും പറയുന്നത്. അതിനുള്ള നമ്മൾ ഇന്നലെ കണ്ട ആളുകൾ തന്നെ, ദൃക്സാക്ഷികൾ തന്നെ പറയുന്നത് അങ്ങനെ അമിത വേഗതയിലായിരുന്നു, അതിനൊരു പരിധിയുണ്ട്. പക്ഷേ അമിത വേഗത എന്നുള്ള കാരണം അത് പറയാനാവില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം ആ വണ്ടി ഓടിച്ചിരുന്ന വിദ്യാർത്ഥി പറഞ്ഞതായും RTO പറയുന്നത്, വണ്ടി ഓടിച്ചു വരുമ്പോൾ എന്തോ ഒരു വസ്തു മുന്നിൽ കണ്ടു, അതൊരു കാറോ ഒരാളോ ഒരു വണ്ടിയോ അങ്ങനെ എന്തോ ഒരു മുന്നിൽ കണ്ടു, അത് ഇടിക്കും അല്ലെങ്കിൽ അതിൽ മുട്ടും എന്ന് കണ്ടപ്പോൾ വെട്ടിച്ചു മാറ്റി എന്നുള്ള ഒരു പ്രതികരണമാണ്, അല്ലെങ്കിൽ ഒരു ഒരു അപകടത്തിന് കാരണമായി വണ്ടി ഓടിച്ചിരുന്ന വിദ്യാർത്ഥി അത്തരമൊരു നിലപാടാണ് പറഞ്ഞത് എന്നുള്ളതാണ് RTO പറയുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഇനി തുടരുമെന്നുള്ളതാണ് എടുത്തു പറയുന്നത്. അതിന് വിശദമായ പരിശോധനകൾ നടക്കേണ്ടിയിരിക്കുന്നു. KSRTC ബസ്സിന് ബ്രേക്ക് പിടിക്കാനുള്ള സമയം കിട്ടില്ല, ബ്രേക്ക് പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. അത് ഡ്രൈവർ മനഃപൂർവ്വം ബ്രേക്ക് പിടിക്കാതെ അതിനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല. നമുക്ക് ആ CCTV ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ഈ കാറ് ഓടി വന്ന് വാഹനത്തിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു. പിന്നെ ഓവർടേക്ക് ചെയ്ത് വരുന്നൊരു സാധ്യത നമ്മൾ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴും ഒപ്പം KSRTC ഡ്രൈവർ പറയുന്നതനുസരിച്ചും ഓവർടേക്കിംഗ് സാധ്യത കണ്ടിരുന്നു. പക്ഷേ RTO പറയുന്നത് അങ്ങനെ ഓവർടേക്ക് ചെയ്ത് വരാനുള്ള സാധ്യതയുമില്ല. അങ്ങനെ ഓവർടേക്ക് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലും അത് കൃത്യമായി ലെഫ്റ്റ് ട്രാക്ക് കീപ്പ് ചെയ്യാനുള്ള സമയവും ഗ്യാപ്പും ആ വാഹനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റാതെ പോയത് അങ്ങനെ ഓവർടേക്ക് ചെയ്ത് കയറുമ്പോൾ മറ്റെന്തെങ്കിലും മുന്നിൽ വന്ന് പെട്ടതുപോലെ വിദ്യാർത്ഥി കണ്ടതാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത, കൃത്യമായി എന്താണ് അപകടത്തിലേക്ക് അപകടത്തിന്റെ കാരണം എന്തോ മുൻപിലുണ്ടായിരുന്നു. ഒരുപക്ഷെ ഏതെങ്കിലും തടിക്കഷ്ണങ്ങളോ വിറക് കൊള്ളിയോ മറ്റെന്തെങ്കിലും അങ്ങനെ അവിടെ ഉണ്ടായിരുന്നതായിട്ട് ദൃക്സാക്ഷികൾ പറയുന്നില്ലല്ലോ. അപ്പോൾ അലമീൻ നിൽക്കുന്ന സമയത്ത് അവിടെ കുഴിയൊന്നുമില്ലല്ലോ. ആ കുഴി വെട്ടിമാറ്റിയത് കൊണ്ടൊന്നും അല്ലല്ലോ വലത്തോട്ട് പോയിട്ടുണ്ടാവുക. ഇല്ലില്ല, റോഡിൽ അങ്ങനത്തെ കുഴികളോ പ്രശ്നങ്ങളോ ഒന്നും ഉള്ള സ്ഥലമില്ല അരുൺകുമാർ. എന്ന് മാത്രമല്ല, ഇവിടെ ദൃക്സാക്ഷികൾക്കാരും അവിടെ ഉണ്ടായിരുന്നവരാരും അങ്ങനെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വന്ന് വീണായാലും അവിടെ ശ്രദ്ധയിൽപ്പെടുകയോ അങ്ങനെ തടിക്കഷ്ണോ മറ്റോ വന്ന് വീണിട്ടെങ്കിൽ തന്നെ അത് ഇവിടെ ഉണ്ടാകേണ്ടതാണ്. അങ്ങനെയൊന്നും കാണുന്നില്ല. അത് ആ വിദ്യാർത്ഥി പറഞ്ഞത് ആ നിലയിലൊരു അഭിപ്രായമാണ് പറഞ്ഞത് എന്നുള്ളതാണ് RTO പറയുന്നത്. പക്ഷേ അത് സാധൂകരിക്കാനോ അല്ലെങ്കിൽ സ്ഥിരീകരിക്കാനോ അങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു, ഏതെങ്കിലും വാഹനങ്ങൾ കയറി വന്നതായിട്ടോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ മരമൊക്കെ ഉണ്ട്, അതിൽ നിന്നെങ്കിലും ഒടിഞ്ഞു വീണതായിട്ടോ അങ്ങനെയൊന്നും ഉള്ള സാധ്യതകൾ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ദൃക്സാക്ഷികളും അങ്ങനെ ഒന്നും സാധൂകരിക്കുന്നുമില്ല. ഇനി ആ വിദ്യാർത്ഥിയെ പെട്ടെന്ന് തോന്നിയതാണോ, ഇനി അതല്ല അതിന് പിന്നിൽ വന്ന കാറിനെ ഓവർടേക്ക് ചെയ്ത് കയറി കഴിഞ്ഞപ്പോഴുണ്ടായ ഒരു പാനിക് സിറ്റുവേഷൻ, ബസ്സും അപ്പുറത്തുനിന്ന് വരുന്നു, അങ്ങനെ കാണുമ്പോഴുണ്ടായ ഏതെങ്കിലും തരത്തിലൊരു പാനിക്കായി തോന്നിയതാണോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. ഒപ്പം അമിത വേഗതയിൽ വരാനാവില്ല. അങ്ങനെ ഓവർടേക്ക് ചെയ്ത് വന്നാൽ പോലും അങ്ങനെ പെട്ടെന്ന് അമിത വേഗതയിലേക്ക് ഓടിക്കയറാൻ പറ്റുന്ന ഒരു കണ്ടീഷനുള്ള വണ്ടിയല്ല. 14 വർഷം പഴക്കമുള്ള വണ്ടിയാണ്, അത്യാധുനിക സംവിധാനങ്ങളുള്ള വണ്ടിയുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഹൈ സ്പീഡ് പെട്ടെന്ന് കൈവരിക്കുക പ്രായോഗികമല്ല എന്നുള്ളതാണ് RTO പറയുന്നത്. ഇവിടേക്ക് വരുന്ന